ഡ്രിങ്ക് ഡോണ്ട് ഡ്രിങ്ക് ചാർമി, അല്ലെങ്കിൽ തന്നെ നല്ല പൂസില. ഇനിയും അടിച്ചാലേ ബോധം കെടും. നിനക്കിപ്പോ ആവശ്യമുള്ളത് ലെമൺ ജ്യൂസ്. ഡാ ആ സാധനം തന്നെ ചോദിച്ച് എടുക്ക്. ചാരു, ചാരു, നീ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര ദുഷ്ടനല്ല. ചാരു, ആ 6 ഞാനല്ല ചെയ്തത്. ആ 6 ഞാനല്ല ചെയ്തത്. ഏതാറ് ചെയ്തില്ലെന്നാ? റേപ്പ് എന്ന് പറയാൻ പിടിച്ചിട്ടാ ഞാൻ 6 പറഞ്ഞത്. അത്രയും വല്ല ഡമ്മയാണ് ഞാൻ. ഇതുപോലത്തെ കാര്യങ്ങളില് ബുദ്ധിയുള്ളവൻ പറ്റിക്കപ്പെടും. നിന്നെ പോലത്തെ മണ്ടനായിരിക്കും വിജയിക്കുക. എന്തിനാ എന്നെ കോണർ ചെയ്യുന്നേ? പബ്ബിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നില്ലേ? വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ? എന്താ എന്നെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുക? പബിന്റെ ക്ലോസിംഗ് ടൈം എന്താ? 12 മണി. പബിന്റെ ക്ലോസിംഗ് ടൈം 12. ഡ്രിങ്ക് ചെയ്യുന്നവർക്ക് ഹാഫ് ആൻ അവർ ഗ്രേസ് ടൈം. എന്റെ വാച്ച് 1:15 നിന്നിരിക്കുന്നത്. അതും 1:15 നടന്നിരിക്കുക. ആ സമയത്ത് നിങ്ങളല്ലാതെ ഇവിടെ വേറെ ആരും ഉണ്ടായിരിക്കില്ല. സോ കൺഫേം നീ തന്നെയായിരിക്കും ചെയ്തത്. നിന്റെ അടുത്ത് എന്ത് പ്രൂഫാ ഉള്ളത്? പ്രൂഫ് അല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. Excuse me. 1 Bacardi lime, please. It's complimentary. ഇതാണ് എന്റെ ലെവൽ. ഇതിൽ കൂടുതൽ പോയാ എന്ത് സംഭവിച്ചാലും ഞാൻ അറിയില്ല. നീ എനിക്ക് ഫ്രീ ഡ്രിങ്ക് തന്നില്ലേ? പറയടാ. ഞാൻ നിനക്ക് ഒരു ഡ്രിങ്കും തന്നിട്ടില്ല. നോണ പറയണ്ട. നീ എനിക്ക് 3 പെഗ് തന്നിരുന്നു. ഐ എം ഷ്യൂർ. 3 പെഗും തന്നിട്ടില്ല. നിനക്ക് ഒരു പെഗ്. എന്ത് മൈൻഡിലാണോ തന്നത്? ടെൽ മീ. അതിനു വേണ്ടി. പക്ഷേ ആ 6 ഞാനല്ല ചെയ്തേ. നിനക്കൊരു പെഗ് തന്നിരുന്നു. നീ എങ്ങോട്ടേക്കാ പോയെന്നറിയില്ല. പബ്ബ് ഫുള്ള് ഞാൻ അന്വേഷിച്ചു. നീ ഇല്ലായിരുന്നു. നീ സ്മോക്ക് ചെയ്യില്ലെന്ന് പറയും, പക്ഷെ ചെയ്യും. കുടിക്കില്ല എന്ന് പറയും, കുടിക്കും. നീ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടാവും. ഉറപ്പാ. സോറി പറയടാ. എടാ ക്ഷമിച്ചേക്ക് ചാരു, അറിയാതെ പറ്റിയതാ. അവനെ തന്റെ കാലിലാണ് ചവിട്ടിയെ. ക്ഷമിച്ചു കളയാൻ. എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തവനാ. ഇവനൊക്കെ വെറുതെ വിടരുത്. ഞാൻ മാത്രമാണ് ട്രൈ ചെയ്തത്. ഇവനും ട്രൈ ചെയ്തു. സെഞ്ചുറി അടിക്കാൻ പട്ടിനെ പോലെ നിന്റെ പുറകെ വന്നത് ഇവനാ. നന്നായിട്ട് ആലോചിച്ച് നോക്കിയേ. നീ അടിച്ച 3 പെഗിൽ 1 ഞാൻ തന്നത്. ബാക്കി 2 ഇവനാ തന്നത്. ഈ വിരലിന് വേണ്ടിയായിരുന്നു ഇത്ര ബിൽഡപ്പ്. അവൻ പേടിച്ചെന്തൊക്കെയാ പറയുന്നത്. ബാത്റൂമിൽ വെച്ച് ആദ്യം കണ്ടത്. നീയല്ല എന്നെ റിസീവ് ചെയ്തത്. ഗുഡ് ഈവനിങ് മാം, ക്യാൻ ഐ ഹെൽപ്പ് യു? നോ. അതിനുശേഷം എന്തോ ചോദിച്ചായിരുന്നല്ലോ.
എന്തിനാ നീ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്? യു ആർ സോ ബ്യൂട്ടിഫുൾ. സോ വാട്ട്? ഷാൽ വി ഡാൻസ്? മൂടില്ല. നീ എന്നെ ഡാൻസ് കളിക്കാൻ വിളിച്ചില്ലേ? ഫിറ്റ് ആയിരുന്നോണ്ട് ഓർമ്മയില്ല. വിളിച്ചു, പക്ഷെ നീ മൂഡ് ശരിയില്ലെന്ന് പറഞ്ഞു പോയി. അതിനുശേഷം നിന്നെ കണ്ടിട്ടേ ഇല്ല. ആദ്യം കണ്ടില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ മറന്നുപോയിന്ന് പറയുന്നു. എന്താ? യു ആർ ആക്ടിങ്. നീ ആയിരിക്കില്ല ഇത് ചെയ്തത്. ആദ്യം അവൻ, ഇപ്പൊ ഞാന്. അത്രയ്ക്ക് വൃത്തികെട്ടവനൊന്നുമല്ല ഞാൻ, അത് മനസ്സിലാക്ക്. നീയും വൃത്തികെട്ടവനല്ല, അവനും വൃത്തികെട്ടവനല്ല. ആരുടെ കൂടെ കിടന്നേന്ന് അറിയാതിരിക്കുന്ന ഞാനാ വൃത്തികെട്ടവള്. നിങ്ങളെ രണ്ടുപേരിൽ ആരോ ഒരാളാ ഇത് ചെയ്തത്. അതാരാന്ന് പറയൂല്ല. അതറിയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. കെട്ടിപ്പിടിക്ക. എന്താ പറ്റിയേ? അത്രേ ഉള്ളൂ. ഹേ, ആ 6 ഞാനല്ല ചെയ്തെന്ന് തെളിയിക്കാൻ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. സ്മെല് ചെയ്ത് നോക്കി, കെട്ടിപ്പിടിച്ച് നോക്കി. എന്തുകൊണ്ട് 6 നമുക്ക് ചെയ്ത് നോക്കിക്കൂടാ? ആ സമയത്ത് നിനക്ക് മനസ്സിലാവും ഞാനല്ല ഇത് ചെയ്തതെന്ന്. ഞാൻ ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ചെയ്യാന്ന് പറഞ്ഞാലും സമ്മതിക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യാ? കെട്ടിപ്പിടിക്ക. ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ? അത് നീ പറയണ്ട. കെട്ടിപ്പിടിച്ചിട്ട് ചാരു പറയും. നീ കണ്ടിന്യൂ ചെയ്യ് ചാരു. ഹുസൈൻ, നീ മിസ് ചെയ്തല്ലോടാ. എന്തിനാ എന്നെ തള്ളി മാറ്റിയേ? ഇത്ര ടൈറ്റായി കെട്ടിപ്പിടിച്ച എനിക്ക് മൂഡ് വരില്ലേ? അവനെ പോലാണോ? എനിക്ക് വന്നിരുന്നടാ. കൺട്രോൾ ചെയ്തതാടാ. പോലീസ്. പോലീസ് പറയാൻ. പോലീസ് ഒന്നും വേണ്ട. പോലീസ് ഒന്ന് വീഡിയോ വരും, വീഡിയോ ഒന്ന് രാഷ്ട്രീയക്കാർ വരും. ജോൺ, നീ ടൈമിംഗിൽ റൈമിംഗ് അടിക്കാറില്ലേ? ഇപ്പൊ പറടാ. നീ പോലീസ് പറഞ്ഞാ എനിക്കാ പ്രശ്നം. ഓൾറെഡി എന്റെ പേരിൽ കേസുണ്ട്. ഇപ്പൊ നീയും പോയാ അവരെന്നെ ആയിരിക്കും അകത്തിടുക. എടാ ദ്രോഹി, നീ അല്ലടാ ഇന്ന് മീഡിയന്ന് രാഷ്ട്രീയക്കാരെന്ന് വന്ന് അടിക്കുന്ന ലോറിയിലൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു പറഞ്ഞത്. എന്ത് കേസ്? എന്റെ കേസിനെ കുറിച്ച് അറിയണോ അതോ പബ്ബിൽ നിന്നെ ആരെ റേപ്പ് ചെയ്തെന്ന് അറിയണോ? പോടാ. പ്ലീസ് ഒന്നും പറയരുത്. ആരും കാണുന്നില്ലല്ലോ. ഹുസൈൻ ഭായ്, എന്താ സർ താഴേന്ന് വരുന്നത്? ഇൻസ്പെക്ടർക്ക് സാധനം വേണമെന്ന്. ഇപ്പൊ വേണ്ട സർ. ശനിയാഴ്ച ആയ സ്വർഗലോകമാ. അനുഭവിക്ക്. ചരക്കാരാ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് തമ്മിൽ വഴക്കുണ്ടായി കാണല്ലോ? ഇല്ല സർ. എടാ ഉണങ്ങിയ സാധനത്തിന് തന്നെ നിങ്ങൾ വഴക്കിടും. ഇത് നല്ല ഉശീരൻ ചരക്കാ. നിങ്ങൾ വെറുതെ ഇരിക്കോ? യുദ്ധം നടന്നു കാണല്ലോ. കഴിഞ്ഞ ആഴ്ച ആരാ ഓപ്പൺ ബാറ്റ്സ്മാനെ നിങ്ങൾ വഴക്കിട്ടില്ലേ? അപ്പൊ ഞാനല്ലേ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്ത് സാബൂത്രി ഇട്ട് നിങ്ങളെ മാച്ച് തുടങ്ങി വെച്ചത്. ഇന്നും ഞാൻ തന്നെ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യും. എന്നാ തുടങ്ങിക്കോ. സാബൂത്രി. അവളെ നല്ലോണം കൺഫ്യൂസ് ആക്കി വെച്ചതാ. എല്ലാം നശിപ്പിച്ചു ദ്രോഹി.
നമ്മുടെ കഥ തീർന്നു. സർ വരൂ സർ. എന്താ ഭായി ഇന്ന് മാച്ച് ഇല്ലേ? ഒന്ന് വെറുതെ ഇരിക്കും സാറേ.